നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാനിനുള്ളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ വലിയ ആഘാതം തന്നെയാണ് പാകിസ്ഥാനിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. റാഫേൽ യുദ്ധവിമാനങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്ന സ്കാൽപ് ക്രൂയിസ് മിസൈലുകളും ഹാമർ പ്രസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങളുമാണ് ഇതിനായി ഇന്ത്യ ഉപയോഗിച്ചത്. നമുക്ക് ഈ ചുണക്കുട്ടികളെക്കുറിച്ച് കൂടുതൽ അറിയാം. സ്റ്റോം ഷാഡോ എന്നറിയപ്പെടുന്ന സ്കാൽപ് ദീർഘദൂര ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത സ്റ്റെൽത്ത് സവിശേഷതകൾക്ക് പേരുകേട്ട ഒരു എയർ ക്രൂയിസ് മിസൈലാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ല, എല്ലാ കാലാവസ്ഥയിലും ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നതാണ് ലോകമെമ്പാടുമുള്ള പ്രതിരോധ സേനകൾക്ക് ഇത് പ്രിയങ്കരമാകാനുള്ള കാരണം. 450 കിലോമീറ്റർ ദൂരപരിധിയുള്ള സ്കാൽപ് മിസൈലിന്റെ കൃത്യത നിശ്ചയിക്കുന്നത് അതിന്റെ നൂതന നാവിഗേഷൻ സംവിധാനത്തിലൂടെയാണ്. ഇത് INS, GPS, ടെറൈൻ റഫറൻസിംഗ് എന്നിവയാണ് ഉപയോഗിക്കുന്നത്. യൂറോപ്യൻ കൺസോർഷ്യയായ MBDA ആണ് മിസൈൽ നിർമ്മിക്കുന്നത്. കാഠിന്യമേറിയ ബങ്കറുകളിലും വെടിക്കോപ്പുകളിലും തുളച്ചു കയറുന്നതിന് അനുയോജ്യമായ ഒരു ആയുധമാണ്. കഴിഞ്ഞ വർഷം റഷ്യയ്ക്കുള്ളിലെ തങ്ങളുടെ ടാർഗറ്റുകൾ ആക്രമിക്കാൻ ഉക്രൈൻ ആദ്യമായി ഉപയോഗിച്ചതും ഇതേ മിസൈൽ തന്നെയാണ്. ലക്ഷ്യത്തിലെത്തുമ്പോൾ മിസൈലിലുള്ള ഇൻഫ്രാറെഡ് സീക്കർ ചുറ്റുമുള്ള പ്രദേശങ്ങൾക്ക് കൃത്യതയും കുറഞ്ഞ നാശനഷ്ടവും ഉറപ്പാക്കുന്നു. അതായത് ടാർഗറ്റ് മാത്രം നശിപ്പിക്കും, ചുറ്റുമുള്ള പ്രദേശത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന് സാരം. 450 കിലോഗ്രാം ഭാരമുള്ള വാർ ഹെഡുകൾ വഹിക്കാൻ കഴിയുന്ന ഈ മിസൈൽ ഒരു ജെറ്റിൽ നിന്ന് വിക്ഷേപിക്കുമ്പോൾ താഴേക്ക് പറക്കുന്നതിനാൽ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ്. അതായത് എതിരാളികൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വിപരീതമായി ഇത് പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാതെയുള്ളൊരു ആക്രമണമാവും ഇത് നടത്തുക. ഈ ഓപ്പറേഷനിൽ ഉപയോഗിച്ച മറ്റൊരായുധമാണ് ഹാമർ. എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന ഒരു എയർ ടു ഗ്രൗണ്ട് പ്രസിഷൻ ഗൈഡഡ് യുദ്ധോപകരണമാണ് ഇത്. ഗ്ലൈഡ് ബോംബ് എന്നും അറിയപ്പെടുന്നു. ഇത് 70 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. കൂടാതെ സാധാരണ ബോംബുകളിൽ ഘടിപ്പിക്കാനും കഴിയും. പരുക്കൻ ഭൂപ്രദേശങ്ങളിൽ നിന്ന് അധികം ഉയരത്തിൽ നിന്നല്ലാതെ വിക്ഷേപിക്കാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. നല്ല ഉറപ്പുള്ള ഘടനകളിലേക്ക് പോലും നിഷ്പ്രയാസം തുളച്ചു കയറാൻ കഴിയുന്നതാണ് ഇതിനെ ഇത്ര ഫലപ്രദമാക്കുന്നത്. അതുകൊണ്ടാണ് പുൽവാമ, പഹൽഗാം ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലുള്ള ജെയ്ഷെ, ലഷ്കർ എന്നീ ഭീകര സംഘടനകളുടെ ആസ്ഥാനം തകർത്തുകൊണ്ട് പാകിസ്ഥാനിലെ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾക്കും വൻ നാശനഷ്ടങ്ങൾ വരുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞത്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.